അമ്മ ചെറിയ മോറ് കൊടുത്തപ്പോൾ മകൻ വലിയ മോറ് കൊടുത്തു. ഇതെന്തിനാ പൊന്നാ, മീൻ വാങ്ങാനാണോ? ഹലോ ഗായ്സ്, ഞാനിന്ന് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. ഞാൻ ലേറ്റായിട്ട് എണീക്കണേണ്ടെന്ന് എൻ്റെ ജോലികളിൽ പെട്ടെന്ന് എങ്ങനെ തീർക്കുന്നുള്ളൊരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമില്ല, ആദ്യം തന്നെ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. കാരണം ചേട്ടന് ചോറ് കൊണ്ടുപോകണം. ചോറായാൽ നമുക്ക് കറിയൊന്നും ആയില്ലെങ്കിലും ചമ്മന്തി ആണെങ്കിൽ അരച്ച് കൊടുത്ത് വിടാമല്ലേ. അപ്പോൾ ആദ്യത്തെ പരിപാടി അതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡൈനിങ് ടേബിളെല്ലാം തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഓൾറെഡി ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനത് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കാപ്പിയും കട്ടൻ ചായ എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അമ്മയും ചേട്ടനും പിന്നെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. മോനെയും ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം എനിക്ക് വേറൊരു പണി ഉണ്ട്. വേറെ ഒന്നുമല്ല, വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് വെയിലുണ്ട് ചെറുതായിട്ട്, 2 ദിവസം കൊണ്ട് മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവർ ഇരുന്ന് കഴിക്കുന്ന സമയം കൊണ്ട് അതെല്ലാം കൊണ്ട് വിരിച്ചിടാമെന്നും. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നു. എങ്ങനെയൊക്കെ അവനെ കാണാതെ ഓടിപ്പിടിച്ച് ബക്കറ്റും എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഗൈസ് എന്നെ തന്നെ ഫോളോ ചെയ്ത് വരികയാണ് കേട്ടോ ആശാൻ. അപ്പോൾ അതൊക്കെ അവനും ഇറങ്ങി എൻ്റെ കൂടെ തന്നെ വന്ന് അവിടെ നിന്ന് കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് അശയില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന അശ അഴിച്ചു മാറ്റിയതാണ്. അപ്പോൾ പന്തലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പീച്ചിലും പടവലും ഉണ്ട് അവിടെ, അതിന് പന്തലിടാൻ വേണ്ടി അഴിച്ചു മാറ്റിയതാണ്. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം അവിടെ വെയിലുള്ളതുകൊണ്ട് തുണി കുഞ്ഞിൻ്റെതായതുകൊണ്ടും അവിടെ തന്നെ വിരിച്ചിടാമെന്ന് വിചാരിച്ചു എല്ലാ തുണിയും വിരിച്ചിട്ട് കേട്ടോ. അതിനിടയിൽ അവിടെ ഒരാൾ വെള്ളത്തിൽ കളിയാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അതിനകത്ത് കയറ്റിയിട്ട് അവിടെ കൂടിക്കിടന്ന ചപ്പെല്ലാം വെയിലത്ത് ഉണങ്ങാനായിട്ട് ഞാൻ നല്ലപോലെ പരത്തി റെഡിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തുകൊണ്ട് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി വെക്കാനുള്ള വെള്ളമെല്ലാം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു, നല്ലപോലെ ഇളക്കി സെറ്റാക്കി അത് അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് മീനിൻ്റെ ഒച്ച കേട്ടത്. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോയി മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മീൻ വാങ്ങിക്കാനുള്ള പാത്രം എടുത്ത് പോയപ്പോൾ മോനൊരു ചെറിയൊരു കരച്ചിലേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് മോനും കൂടി വാന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ചെറിയ മുറ എടുത്തിട്ടുണ്ട്, അവൻ അതിനെക്കാട്ടിലും വലിയ മുറ എടുത്തിട്ട് വരികയാണ്. എന്താണല്ലേ. അങ്ങനെ പിന്നെ ആ മുറവും മേടിച്ച് വെച്ചിട്ട് ഞാൻ മീൻ മേടിക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം മീൻ മേടിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ എപ്പോഴും മീൻ മേടിക്കുക. അപ്പോൾ 2-3 ദിവസമായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവരണത് ഈ കൊടുവയാണ് കേട്ടോ. അപ്പോൾ കൊഴുവ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടേക്ക് നെത്തോലി എന്നാണ് പറയുക, ഇവിടെ അതിന് കൊഴുവ എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇന്നാണ് അയല കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് അയല തന്നെ മേടിക്കാമെന്ന്. കാരണം കൊഴുവ കഴിച്ച ശേഷം മടുത്ത്, ഒന്നില്ലെങ്കിൽ കൊഴുവ പൊരിച്ചത് അല്ലെങ്കിൽ കൊഴുവ പറ്റിച്ചത് ഇതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇന്നത് വേണ്ട, അയല മേടിക്കാമെന്ന് വെച്ചാൽ അയല മേടിച്ച് 100 രൂപയ്ക്ക്. അങ്ങനെ അയല മേടിച്ചുകൊണ്ടപ്പോഴത്തേക്കും ചേട്ടൻ പിന്നെ ചക്ക വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ചക്ക വെട്ടുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചത് മീൻ പിന്നെ വെട്ടാം, കാരണം ചക്ക വെട്ടുന്നതാണ് കുറച്ച് ടാസ്ക്കുള്ള പരിപാടി. അവൻ ഇത്തിരി നല്ല സ്വഭാവത്തിൽ നിൽക്കുകയാണ് എൻ്റെ മോൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് വെട്ടാനിരുന്ന കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ വെട്ടാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചക്ക വെട്ടിയപ്പോഴത്തേക്കും എൻ്റെ മോനാണെങ്കിൽ പിന്നെ ചക്കച്ചുളയ്ക്ക് വേണ്ടിയിട്ട് കരച്ചിലായി, ബഹളമായി. പിന്നെ അവന് ഞാൻ ചക്കച്ചുള കൊടുത്തു. കാരണം ഒരുപാട് ഇവർക്ക് കൊടുക്കാനും പറ്റിയില്ല, കാരണം വയറുവേദന എടുക്കില്ല ഗൈസ്. ഇവർക്കൊക്കെ വയറുവേദന എടുത്താൽ നമ്മൾ തന്നെ കൊണ്ട് നടക്കണമല്ലോ ഇങ്ങനെ, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ടും പിന്നെ അവനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊടുക്കാതെയൊക്കെ ഞാൻ ഒരുവിധം നോക്കി. പക്ഷേ ആശാൻ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. ചക്കപ്രിയനാണ് ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചക്കയെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് നേരെ മീൻ വെട്ടാമെന്ന് വിചാരിച്ചു. കാരണം സമയം നമ്മുടെ കയ്യിൽ ഒട്ടുമില്ല, ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ളിൽ ജോലിയെല്ലാം തീർക്കണം കേട്ടോ. അങ്ങനെ മീൻ വെട്ടാൻ വന്നപ്പോൾ അവിടെയും എൻ്റെ മോനുണ്ട് ഗൈസ്. കാരണം എല്ലാ അമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റുമായിരിക്കുമല്ലോ, നമ്മളെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും. പിന്നെ എങ്ങനെയൊക്കെയോ അവനെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മീനെല്ലാം പെട്ടെന്ന് വെട്ടിയെടുത്ത് കേട്ടോ. ഇനി കഴുകൽ പരിപാടിയാണ്. ഞാനിങ്ങനെ ഉപ്പിട്ടിട്ടാണ് മീൻ കഴുകുക. നിങ്ങളൊക്കെ എങ്ങനെ ഇട്ടാണ് കഴുകുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ചില ആൾക്കാർ പുളി വിനാഗിരിയൊക്കെ ഇട്ട് കഴുകുന്ന പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തു. അപ്പോഴത്തേക്കും മീൻ കഴുകി വന്നപ്പോഴത്തേക്കും ഗൈസ് നമ്മുടെ ചോറ് റെഡി ആയി. കണ്ടില്ലേ ഗൈസ്, എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കുക. അങ്ങനെ ചോറെല്ലാം വറുത്ത് വെച്ചിട്ട് ഞാൻ ചേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 മീൻ വറുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഞാൻ 2 മീനെടുത്ത് പുരട്ടി വെച്ചു കേട്ടോ. ഇനിയുള്ള പരിപാടി മീൻകറി വെക്കാമെന്നാണ്. അപ്പോൾ മീൻകറി വെക്കാനുള്ള ചട്ടി ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒന്ന് വറ്റിട്ട് നമുക്ക് അപ്പോഴത്തേക്കും മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്ത് അടുത്ത അടുപ്പിലും വെക്കാം കേട്ടോ. അങ്ങനെ ആ എണ്ണ നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട്, കാരണം നല്ല തീയുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ ഈ പുരട്ടി വെച്ച് 2 മീൻ കൂടി എടുത്ത് വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചട്ടിയിലെ വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ടോ ഗൈസ്. അങ്ങനെ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഉലുവയും കടുകും കൂടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവയും കടുക് ഇടാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ഇടാറില്ലാന്ന് തോന്നുന്നു കടുക്. ഞാൻ മീൻകറിക്ക് കടുക് ചേർക്കാറുണ്ട്. അപ്പോൾ ഉലുവയും കടുക് ഇട്ടു. ആ പൊട്ടുന്ന സമയത്തിനുള്ളിൽ ഞാൻ ഒരു ചോറ് നല്ലപോലെ തോർത്തിയിട്ട്
കോരി ചൂടാറാൻ വേണ്ടി വെക്കാമെന്ന്. അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ കൊടുത്തു വിടുമ്പോഴത്തേക്കും അവിഞ്ഞിരിക്കില്ലേ. അങ്ങനെ അതെല്ലാം വിളമ്പി ഈ ഫാനിൽ വെച്ചിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ഗ്യാപ്പിലാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ അത് കൂടി മൂപ്പിച്ചിട്ട് പൊടികളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് പൊടികൾ. അതും എണ്ണയിലിട്ട് നല്ലപോലെ മൂപ്പിച്ചു. അതിനിടയിൽ നോക്കുമ്പോഴത്തേക്കും മീൻ ഇത്തിരി മൂത്ത് വന്ന പോലെ അതും അതിനിടയിൽ മറിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്ത് വീണ്ടും മീൻകറിയുടെ പരിപാടിയിലോട്ട് തന്നെ വന്നു. നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടിയിട്ട് ഞാൻ നല്ലപോലെ കുറുക്കിയെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ചെയ്യാറുണ്ട്. ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തെറ്റായിരിക്കും, എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും. എൻ്റേതായ രീതിയിൽ ഞാനിങ്ങനെയാണ് മീൻകറി വെക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലപോലെ ഒന്ന് കുറുക്കി വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് നമ്മുടെ മീൻ പുരട്ടി വെച്ച വറുക്കാൻ വേണ്ടി മീൻ പുരട്ടി വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ മീൻകറിയുടെ ചട്ടിയിലോട്ട് ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തു. ആ സമയത്തിനുള്ളിൽ നമ്മുടെ മീൻ വറുത്ത് ഒരുവിധം ആയി തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി മറിച്ചിട്ടു. പിന്നെ വീണ്ടും നമ്മൾ മീൻകറിയുടെ പരിപാടിയിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പുളിയെല്ലാം പിച്ചിക്കറിയിട്ടിട്ട് ഞാൻ മീനും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അടച്ച് വെച്ച് വേവിക്കും. ചെറുതായിട്ട് വെക്കുകയുള്ളൂ വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കാറില്ല. ഞാൻ ഇതിൽ വേറൊരു പരിപാടി കൂടി ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാനത് അടച്ചു വെച്ചു. ആ സമയം കൊണ്ട് തന്നെ തേങ്ങ ചിരവി, കാരണം നമുക്ക് മീൻകറിക്കും കൂടി തേങ്ങ വേണം, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ മീൻകറിയെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ തേങ്ങയും ചിരവി കഴിഞ്ഞിട്ട് നേരെ പോയത് മീൻകറിക്കുള്ള തേങ്ങ അടിക്കാനാണ്. ഇപ്പോൾ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് തേങ്ങ മാത്രമേ എടുത്തുള്ളൂ, കാരണം പൊടികൾ നമ്മൾ കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് തേങ്ങ കുറച്ച് മതി. നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആ മീൻകറിയിലോട്ട് ഒഴിച്ചു കേട്ടോ. ഞാൻ അത് നല്ലപോലെ കറക്കി എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് കഴിക്കണ തുണി കിട്ടിയില്ല ഗൈസ്. അത് തപ്പി നടക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടി പേപ്പർ വെച്ച് ഞാൻ കറക്കി. പക്ഷേ എൻ്റെ കൈ പൊള്ളിയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ആയുധം വെച്ച് കീഴടങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ തവിയെടുത്ത് ഞാൻ നല്ലപോലെ ഇളക്കി ഒന്നുകൂടി അടച്ചു വെച്ചു. അതിന് ഇതിരുന്ന് ഒരു അധിക സമയം വേണ്ട ഗൈസ്, പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചത് അത് കുറുകുന്ന സമയം കൊണ്ട് ചേട്ടന് ചോറ് എടുക്കാം. അപ്പോൾ ചേട്ടന് ചോറും വറുത്ത മീനും അതുപോലെ രാവിലെ കുറച്ച് മുളക് പൊടിച്ച് തിരിപ്പുണ്ടായിരുന്നു, അതും അച്ചാറും വെച്ചിട്ടോ. വേറെ ഒന്നും ചേട്ടൻ ഉണ്ടാക്കിയില്ല. ഇനി മീൻകറി കൂടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് ചക്ക ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചക്ക കൊടുത്തു വിടുന്നില്ല. മീൻകറി അപ്പോഴത്തേക്കും നല്ലപോലെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നിങ്ങളാരെങ്കിലും മീൻകറി വെക്കാറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഗൈസ് അങ്ങനെ മീൻകറിയും കൂടി കൊടുത്ത് ചേട്ടനെ പറഞ്ഞയച്ചു. അപ്പോൾ ചേട്ടനായതുകൊണ്ട് ചേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റിക്കാട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ ചേട്ടൻ ഇങ്ങനെ ഇന്ന കറികൾ വേണമെന്നുള്ള നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ ചേട്ടനെ പറഞ്ഞിട്ട് നേരെ അടുത്ത പരിപാടി ചക്ക വെക്കലാണ്. ചക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഞാൻ നല്ലപോലെ ചതച്ചിട്ട് നമ്മുടെ തേങ്ങയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് ഞെരടി എടുക്കും കേട്ടോ. ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് വെച്ച് അടിക്കാറില്ല. തേങ്ങയ്ക്കാണെങ്കിലും പീര വെക്കാനാണെങ്കിലും ഞാനിങ്ങനെ അടിച്ചെടുക്കാറില്ല കേട്ടോ. ഞാൻ കൈ വെച്ച് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞെരടി അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ ഞാൻ അരിഞ്ഞു വെച്ചത്, അതെല്ലാം ഞാൻ കഴുകി റെഡിയാക്കിയിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൈവെള്ളം മാത്രം ഇച്ചിരി വെള്ളവും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ച കേട്ടോ. അപ്പോൾ ഇത് എത്ര വിസിൽ വേണമെന്ന് നിങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്, എനിക്ക് കറക്റ്റ് അതറിയില്ല. കാരണം ഞാനൊരു ഊഹത്തിലാണ് ഇത് വെക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കുക്കറിൽ വിസിൽ വരാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഊഹത്തിലാണ് വേവിക്കുന്നത്. അത് വേവിക്കാൻ വെച്ചിട്ട് ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഗൈസ് കണ്ടില്ല ഗൈസ് ഇവിടെ കിടക്കുന്ന കോലം. പിന്നെയുള്ള പാത്രങ്ങളെല്ലാം കൊണ്ട് കഴുകാനിട്ടിട്ട് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് തുണിയെല്ലാം എടുത്ത് തേങ്ങയും എല്ലാം ഒന്ന് തുടച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നീറ്റാക്കി എടുത്ത് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചക്ക ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ തേങ്ങ അതിലിട്ടിട്ട് നല്ല പോലെ കുഴച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനത് നല്ലപോലെ ഒന്ന് കുഴച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഭയങ്കര പാടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുഴച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകിയിട്ടുണ്ട്, ഞാനത് കാണിക്കാൻ മറന്നുപോയി. അങ്ങനെ ചക്ക റെഡി ആയിട്ട് കേസ് ഇനിയുള്ള പരിപാടി പാത്രം കഴുകലാണ്. അങ്ങനെ പാത്രമെല്ലാം ഞാൻ ഓൾറെഡി അവിടെ ഒതുക്കിയപ്പോൾ തന്നെ കൊണ്ട് സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഞങ്ങൾ അടുപ്പിൽ തന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് സിങ്കി, ഞാൻ അപ്പോൾ തന്നെ കഴുകിയെടുത്തേനെ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് വരണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പാട് കേട്ടോ. പിന്നെ പാത്രമെല്ലാം ഞാൻ നല്ലപോലെ തേച്ച് കഴുകി. എനിക്ക് ആദ്യം പണ്ട് ഇഷ്ടമില്ലാത്തൊരു ജോലിയായിരുന്നു ഈ പാത്രം കഴുകൽ. പിന്നെ അതിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഗൈസ്. അങ്ങനെ പാത്രം കഴുകിയിട്ട് നേരെ ഞാൻ കുളിച്ചു നേരെ കേട്ടോ. കുളിച്ചെല്ലാം റെഡിയായിട്ട് വന്ന് ചക്ക കഴിക്കാൻ കൂത്തി ഗൈസ്. അങ്ങനെ ഞാൻ നല്ല ഒരു വാഴയിലയിൽ കുറച്ച് ചക്കയും ആ മീൻകറിയും കൂടി എടുത്ത് ഗൈസ്. എനിക്ക് കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ കൊതി സഹിക്കാൻ വയ്യ ഗൈസ്. നല്ല കപ്പയും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കപ്പയല്ല ചക്ക. കുഴച്ചിട്ടുണ്ട് ചക്കയും മീൻകറി.
അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. ബൈ ബൈ, ലവ് യു ഓൾ.